ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ഫിഷ് ഗ്രില്ലാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി വളരെ സിമ്പിളാണ്. നല്ലൊരു സ്പെഷ്യൽ മസാലയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഷ് ഗ്രില്ല് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 മീൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുപോലെ വലിയ മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അത് നല്ലതുപോലെ വരഞ്ഞിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ്. മസാലയൊക്കെ നന്നായിട്ട് അതിൻ്റെ പുറത്തേക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ വരഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻ എടുക്കുമ്പം എപ്പോഴും കുറച്ച് ദശ കട്ടിയുള്ള മീൻ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിപ്പോൾ ഈ മീൻ ഇതുപോലെ ബട്ടർഫ്ലൈ കട്ടിലാണ് ഞാൻ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറേ അപാകതകളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പം ഗ്രില്ലിന് നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പം നിങ്ങളിപ്പോൾ മീൻ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ പീടികയിൽ പോയിട്ട് പറയുകയാണ്, അതായത് നമ്മൾ മീൻ വാങ്ങുന്ന മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ പറഞ്ഞാൽ മതി ബട്ടർഫ്ലൈ കട്ടിൽ ഗ്രില്ല് ചെയ്യുന്ന പാകത്തിനാണ് കട്ട് ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് തരുന്നതാണ്. അങ്ങനെ കട്ട് ചെയ്യേണ്ട മീനുകളാണെങ്കിൽ, കഷ്ണം മീനാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കിത് മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് കുറഞ്ഞ പച്ചമുളകാണ് കേട്ടോ ഇത്. പിന്നെ നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 1-2 ടീസ്പൂൺ അളവിൽ കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതേ അളവിൽ തന്നെയാണ് മുഴുവൻ മല്ലിയില്ലേ അതെടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ്. അതും 1-2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ ഒരു അര ടീസ്പൂൺ വരെ കാശ്മീരി മുളക് പൊടി നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒറിഗാനോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒറിഗാനോ അല്ല, ഇറ്റാലിയൻ ഹർബിൻ്റെ മിക്സാണ്. അതിനകത്ത് തൈമും ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും അങ്ങനെ എല്ലാം മിക്സ് ആയിട്ടുള്ള അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ഒറിഗാനോ മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒറിഗാനോ മാത്രം ചേർത്ത് കൊടുത്താലും മതി. നല്ലൊരു ഫ്ലേവറാണ്, ആ ഒരു എക്സ്ട്രാ നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ ഈ ഒരു മസാലയ്ക്ക് അത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ചേർക്കാൻ ശ്രമിക്കുക. അതില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പ് അളവിൽ ഓയിൽ ചേർത്തിട്ടുണ്ട്. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഒരല്പം വിനാഗിരി ചേർക്കാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വിനാഗിരി 1 ടീസ്പൂൺ, നമ്മൾ സുർക്കയില്ലേ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ അരയാൻ പാകത്തിനുള്ള വെള്ളം ഒരുപാട് വേണ്ട കേട്ടോ, അല്പം മാത്രം മതി. എന്നിട്ട് നമ്മൾ നല്ലപോലെ അരച്ചെടുക്കണം. അപ്പം ഞാനിപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ അതിൻ്റെ പുറത്തേക്ക് നമ്മളിത് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറത്തും അങ്ങനെ വലിയ കാര്യമായിട്ട് ഭയങ്കര അതൊന്നും വരേണ്ട, ജസ്റ്റ് അതിങ്ങനെ വരഞ്ഞെടുത്താൽ മതി. അതിൻ്റെ പുറത്തേക്കും നമ്മൾ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഇത് നമ്മളിത് തേച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും നല്ല പോലെ മസാല പുരട്ടിയതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. 1 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോഴാണ് അത് ടേസ്റ്റ് നന്നായിട്ട് മീൻ ടേസ്റ്റൊക്കെ പിടിച്ച് കിട്ടുക. ഇപ്പോൾ ഒരു 1 അവർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നോക്കിയതാണ് ഇത്. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പം മസാലയ്ക്കുള്ളിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ ഗ്രില്ല് ചെയ്തെടുക്കുന്നത് ഇതുപോലെയുള്ള ഗ്രില്ലിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തവയിൽ വെച്ചിട്ട് അതിനകത്ത് നമ്മൾ സാധാ പോലെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് തവ ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗ്രില്ല് ചെയ്യുമ്പം നമ്മൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രില്ല് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ വെച്ചിട്ട്, അല്ലെങ്കിൽ അതിനകത്ത് ഒട്ടിപ്പിടിച്ചു പോകും. അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫിഷ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഏതായാലും മതി. അത് ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നല്ലൊരു മുരിഞ്ഞ് നല്ലൊരു ഇതായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പിക്ക്. നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന സമക് മഷ്ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലേവറിലാണ് ഞാനിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതിന് നല്ലൊരു അറബിക് ടേസ്റ്റാണ് വരുന്നത്. പിന്നെ നല്ലൊരു സ്മോക്കി ഫ്ലേവറും അതൊക്കെ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല പോലെ ഓയിൽ ഇതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറത്തൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടച്ച് വെക്കാം. ഇനി ഞാനിത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ചാർക്കോൾ ഉപയോഗിച്ചിട്ടുള്ള ഗ്രില്ലുണ്ടല്ലോ അതിൽ വേണമെങ്കിലും ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാവരുടെ കയ്യിലും അതുണ്ടായിക്കോണമെന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി ഇങ്ങനെ ഗ്രില്ല് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് പാനിലാണെങ്കിലും ഗ്രില്ല് ചെയ്തെടുക്കാം.
ആ പാനിൽ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സ്മോക്കി ഫ്ലേവർ എക്സ്ട്രാ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. ആ സ്മോക്കി ഫ്ലേവർ കിട്ടില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു സ്മോക്കി ഫ്ലേവറാണ്. കാരണം നമ്മൾ മസാലയൊക്കെ കരിഞ്ഞ് ആ ഒരു സ്മോക്ക് ഇങ്ങനെ വരും. അപ്പോൾ ആ മാംസത്തിലേക്കൊക്കെ സ്മോക്കി ഫ്ലേവർ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചും ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇതിങ്ങനെ ഒരു 10-15 മിനിറ്റ് നമ്മൾ രണ്ട് സൈഡും അങ്ങനെ ഒരു അരമണിക്കൂറോളം എടുത്തിട്ട് നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതിങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. കണ്ടില്ലേ, നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി നന്നായിട്ട് കുക്കായി തുടങ്ങി ഒന്ന് ഇങ്ങനെ നമ്മൾ ഫ്ലെയിമിൽ ഡയറക്റ്റ് വെച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഈ മീറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കണം. ഞാനിപ്പോൾ ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടർ ഇങ്ങനെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ആ മീറ്റ് ഡ്രൈ ആയി പോകും കേട്ടോ നമ്മൾ ഈ ഡയറക്റ്റായിട്ട് ചൂടിൽ ആക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ലൊരു ടേസ്റ്റും നല്ല സോഫ്റ്റ്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ എല്ലാ സ്ഥലത്തും ബട്ടർ തേച്ച് കൊടുത്തിട്ട് നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. വീട്ടിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സിമ്പിൾ റെസിപ്പിയാണ്. അതുപോലെ തന്നെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ചപ്പാത്തി, പൊറോട്ട അതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തിൻ്റെ കൂടെയാണ് കേട്ടോ നൈറ്റിൽ ഡിന്നറായിട്ടാണ് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ എന്താ പറയുക വീക്കെൻഡിലൊക്കെ നമ്മൾ ഒരുമിച്ച് ഇരുന്ന് കഴിക്കാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഒത്തുകൂടാനൊക്കെ ചെയ്യാൻ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെയുള്ള നല്ല നല്ല വെറൈറ്റി അതുപോലത്തെ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാല്ലാ റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം. പിന്നെ നിങ്ങൾ എന്താ പറയുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് ഇതാ കണ്ടില്ല, ഞാൻ ഇത് ഗ്രില്ലിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഗ്രില്ല് ഇങ്ങനെ നന്നായിട്ട് ഓയിലൊക്കെ തേച്ച് നന്നായിട്ട് ഇതാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ സീസൺ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ മാംസമൊക്കെ അതിൽ ഒട്ടിപ്പിടിച്ച് പോകട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെ ഇപ്പോൾ അതാ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചിയൊക്കെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫൈനൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെയാണ് രാത്രി കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പം മീൻ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ഇട്ട് നമുക്ക് വീണ്ടും ഇൻഷാല്ലാ റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.